പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഇതൊരു ഗഹനമായ വിഷയമായതുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് പറയാൻ നോക്കിയാൽ 2 മിനിറ്റ് പറഞ്ഞു തീർത്താൽ നിങ്ങൾ എന്നെ കൂവും. കാരണം കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണമെങ്കിൽ 2 മിനിറ്റ് പോരാ, കുറഞ്ഞത് ഒരു 10-12 മിനിറ്റ് എങ്കിലും വേണം. അതുകൊണ്ട് എനിക്ക് എന്തെല്ലാം പറയാൻ സാധിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. അതിൽ അവർ സമയം അനുവദിക്കണമെന്ന് കൊടുക്കാലും ഞാൻ പറയാം. സ്വയാധികാര സഭ സ്യൂയി ജൂരിസ് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടത്തില്ല. അതിന് നമുക്ക് അവകാശമുണ്ടോ? ആ അവകാശം എവിടെയെല്ലാമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലേ അത് നമുക്ക് കിട്ടത്തുള്ളൂ. അത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നല്ല അറിവും ജ്ഞാനവും നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കാം. വിശുദ്ധ ഗ്രന്ഥം കഴിഞ്ഞാൽ കത്തോലിക്ക സഭ 2ാം സ്ഥാനം കൊടുക്കുന്നത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പാസ്സാക്കിയ 16 പ്രമാണരേഖകളാണ് ആ ഗ്രന്ഥത്തിനാണ്. നമ്മൾ ആർക്കെങ്കിലോ 2-3 പ്രമാണരേഖകളുടെ പേര് പറയാൻ സാധിക്കുമോ? ഇല്ല. വിദ്യാഭ്യാസം ഉള്ളവർക്കും അത് പറ്റത്തില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. പിന്നെ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ എങ്ങനെ ചോദിച്ചു മേടിക്കാം? ഇപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് അറിയാവുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ജ്ഞാനായ സമൂഹം ചില ആചാര അനുഷ്ഠാനങ്ങളും ആർജിത അവകാശങ്ങളും ഉള്ള ഒരു സമൂഹമാണ്. ആർജിത അവകാശങ്ങൾ എന്ന് പറയുന്നത് അക്വേർഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം തലമുറകളായി ആചാര അനുഷ്ഠാനങ്ങളിലൂടെ നേടിയെടുത്ത അവകാശമാണ് ആർജിത അവകാശം അല്ലെങ്കിൽ അക്വേർഡ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അത് നമുക്കുണ്ട്, അത് മറ്റുള്ളവർക്കില്ല. അതുപോലെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു അധികാര സഭ കിട്ടാനുള്ള അവകാശമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മാർപ്പാപ്പമാരുടെ പ്രഖ്യാപനങ്ങൾ, സുനോസ് തീരുമാനങ്ങൾ, കാനൻ ലോ ഇതെല്ലാം ശരിക്ക് പഠിച്ചെങ്കിൽ മാത്രമേ അത് പറയാനൊക്കത്തുള്ളൂ. അപ്പം നമ്മുടെ പല മാർപ്പാപ്പമാരും പൗരസ്ത്യ സഭയെ വളരെയധികം സ്നേഹിച്ചവരും നമ്മുടെ പാരമ്പര്യവും തനിമയും കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞവരുമാണ്. ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് മുമ്പേ ഇറ്റലിയിലുണ്ടായിരുന്ന അർമേനിയൻ വൈദികർ അവർക്ക് ദേവാലയം ഇല്ലായിരുന്നതുകൊണ്ട് ലത്തീൻ പള്ളികളിൽ വന്നാണ് അവിടുത്തെ ലത്തീൻ പള്ളിയിലെ വികാരിമാരുടെ കുർബാനക്കുപ്പായവും ബലി വസ്തുവും ഉപയോഗിച്ചിട്ടാണ് അവർ കുർബാന ചെയ്യുന്നത്. ഇതറിഞ്ഞ് ബെനഡിക്റ്റ് 13ാം മാർപ്പാപ്പ 1725 ഡിസംബർ 6 ഒരു രേഖയുണ്ടാക്കി. അത് ഈ പ്രാക്ടീസ് നിരോധിച്ചുകൊണ്ട് അതിൻ്റെ കോപ്പികൾ ലത്തീൻ പള്ളികളിലെ സങ്കീർത്തനത്തിൽ പറ്റിച്ചു വെച്ചു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്, പൗരസ്ത്യ സഭയിൽപ്പെട്ട വൈദികർ ലത്തീൻ പള്ളികളിൽ കുർബാനയെല്ലാം വരുമ്പോൾ അവരുടെ തിരുവസ്ത്രങ്ങളും ബലിയപ്പവും ശുശ്രൂഷകരെയും കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ ബെനഡിക്റ്റ് 14ാം മാർപ്പാപ്പ 1755 ജൂലൈ 26 പ്രസിദ്ധീകരിച്ച ഒരു ചാക്രിക ലേഖനമാണ് അല്ലാത്തെ സുന്ത്. അതുപോലെ ലിയോ 13ാം മാർപ്പാപ്പ 1894 പ്രസിദ്ധീകരിച്ച മറ്റൊരു ചാക്രിക ലേഖനമാണ് ഓറിയന്റാലിയം ഡിഗ്നിറ്റാസ്. ഇതൊക്കെ നമ്മൾ പഠന വിഷയമാക്കുവാണെങ്കിൽ നമുക്ക് ഈ സൂയി ജൂരിസ് സഭയ്ക്ക് കിട്ടുന്നതിനുള്ള അറിവ് കൂടുതലായി കിട്ടും. ഇനി അടുത്തതായത് നമ്മുടെ പിയൂസ് 12ാം മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് ലാറ്റൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തത് പേഴ്സണൽ ജൂറിഡിക്ഷന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞാൽ തീസിസ് എഴുതിക്കൊണ്ടാണ്. അതും നമ്മൾ പഠന വിഷയമാക്കണം. അതുപോലെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ പാസ്സാക്കിയ ഒരു പ്രധാനപ്പെട്ട രേഖയാണ് ഓറിയന്റാലിയം എക്സ്ക്ലേസിയാരും. അതിനകത്ത് നമ്മുടെ സ്വയംഭരണത്തെപ്പറ്റി 2-3 ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. OE നമ്പർ 4, OE എന്ന് പറഞ്ഞാൽ ഓറിയന്റാലിയം എക്ലേസിയാരും.
OE നമ്പർ 4 പറയുന്നു, ഒരു വിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടി ആവശ്യമുള്ളിടത്തെല്ലാം രൂപതയും ഇടവകയും സ്ഥാപിക്കാൻ സാധിക്കും. അത് റീത്തിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വൈദികരെയും വൈദിക വിദ്യാർത്ഥികളെയും പഠിപ്പിക്കേണ്ടതാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇപ്പോൾ എഴുത്തന്നിട്ടുണ്ട്, സമയം കഴിഞ്ഞെന്ന്. കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, പറയാൻ നിവൃത്തിയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ ഇങ്ങനെ ഇനിയും കാനൻ ലോയിലെ പല കാര്യങ്ങളും പറയാനുണ്ട്, പക്ഷെ സമയമില്ല. ഏതായാലും ഒരു കാര്യം പറയാനുണ്ട്. ഇത് നമ്മുടെ ക്നാനായ സമുദായത്തിൻ്റെ മുഖമുദ്രയാണ് ഈ എൻഡോഗോമി അല്ലെങ്കിൽ സ്വയവംശ വിവാഹ നിഷ്ഠ. ഇത് നമുക്ക് കിട്ടിയത് നമ്മളാരും കണ്ടുപിടിച്ചതല്ല, ദൈവം നമുക്ക് നേരിട്ട് തന്നതാണ്. അതിന് ബൈബിൾ പ്രത്യേകം അതിന് പറയുന്നുണ്ട്, ശരിയായിട്ട് അതിന് ഉത്തരം പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഇതാ, താൻ മുൻകൂട്ടി കണ്ടവരെ അവിടുന്ന് വിളിച്ചവരെ അവിടുന്ന് നീതീകരിച്ചു. ഈ തിരുവചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ദൈവം ചില സന്ദർഭങ്ങളിൽ ചിലരെ ചില പ്രത്യേക ദൗത്യങ്ങളായിട്ട് വിളിക്കാറുണ്ട്. അങ്ങനെ വിളികേട്ടവരാണ് നമ്മുടെ പൂർവ്വപിതാവായ എബ്രാഹവും മോശയും പ്രവാചകന്മാരുമെല്ലാം. അപ്പം യേശു വരുന്നതിന് മുമ്പ് ദൈവം ഒരു മെസൊപ്പൊട്ടേമിയയിൽ ജീവിച്ചിരുന്ന ഒരു ചെറിയ ജനതയെ യേശുവിൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി നേരത്തെ ക്രമീകരിച്ചിരുന്നു. ആ ജനതയുടെ നേതാവായിരുന്നു എസ്ര പ്രവാചകൻ. പുള്ളി 2 താക്കീത് അവർക്ക് കൊടുത്തത്, കർശനമായ 2 താക്കീത് കൊടുത്തു. ഒന്ന്, നിങ്ങൾ മറ്റൊരു വംശത്തിൽ നിന്ന് വിവാഹം കഴിക്കരുത്. ഒന്ന്, നിങ്ങൾ ആണോ? ഇതോടെ പറഞ്ഞോട്ടെ. നിങ്ങൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അന്യ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കരുത്. 2, ആരെങ്കിലും അങ്ങനെ വിവാഹം കഴിച്ചാൽ അവരെ പുറത്താക്കുകയും ചെയ്യണം. അങ്ങനെ പുറക്കാത്തവർ അങ്ങനെ പുറത്താക്കപ്പെട്ടവരാണ് ശമറിയക്കാരെന്ന് പറയുന്നത്. അപ്പോൾ യേശു വന്നു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരെയും അപ്പോസ്തലന്മാരെയും എടുത്തത് ഈ ചെറിയ ജനത്തിൽ നിന്നാണ്. ഈ ജനത്തിൽ നിന്ന് അവരെടുത്തത്. ഇതിലെ ഒരു ചെറിയ ഗണം പിന്നീട് ക്നായിത്തോമാൻ്റെ നേതൃത്വത്തിൽ മലങ്കര വന്ന് താമസമായി. കഴിഞ്ഞ 16-17 നൂറ്റാണ്ടുകളായി അവരിവിടെ താമസിച്ചുകൊണ്ടിരിക്കുക. അവരും അവരുടെ പൂർവന്മാരുടെ ഈ വംശീയ മാത്യു സാറിന് പ്രത്യേകം നന്ദി. ചുരുങ്ങിയ വാക്കിൽ ഈ സെമിനാറിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ക്നാനായ കൾച്ചറൽ സൊസൈറ്റി മെമ്പർ ശ്രീ നിതിൻ പുല്ലുകാടനെ ക്ഷണിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻഡോഗമി പരിപാലിച്ചുകൊണ്ട് തന്നെ കോട്ടയം അതിരൂപതയ്ക്ക് ഒരു സ്വയാധികാര സഭയാകുവാൻ സാധ്യതയുണ്ടോ എന്ന് അല്ല, അതേക്കുറിച്ച് പറയാനുള്ള ഞാൻ പറയുന്നത്, ഈ 11, 21, 55 ഇങ്ങനെയുള്ള ഈ ഡെവലപ്മെൻറ്റുകളെല്ലാം എക്ലേസിയാസ്റ്റിക്കൽ റെക്കഗ്നീഷൻ ആണല്ലോ. ഇതെല്ലാം സഭാപരമായിട്ട് അംഗീകാരം കൊടുത്തപ്പോൾ എൻഡോഗമി ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്വയാധികാര സഭയായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതിന് അതേ ഒരു തലത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല. മറ്റൊരു തലമുണ്ട്. അപ്പം അതിനകത്ത് തീരുമാനം എടുക്കേണ്ട ആളുകൾ ഏത് വിധ പ്രത്യേകിച്ച് ഈ എൻഡോഗമി ഇപ്പം ഒരേ വംശത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുന്നത് തെറ്റല്ല. കാരണം സീറോ മലബാർ സഭയിൽ സാധാരണ എല്ലാവരും തേടുന്ന അതേ റൈറ്റ് അതേ ചർച്ചിൽപ്പെട്ട ആളുകളെയാണ്. മലങ്കരയിൽ അങ്ങനെയാണ്. എന്നാൽ ഇവിടെ ഒരു രീതിയിലുള്ളൊരു എക്സ്പൽഷൻ നമ്മളെ പറയാമല്ലോ. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പുറത്തു പോകണം, പിന്നെ വരുന്ന ആളുകൾക്ക് സഭയിൽ അംഗമാകാനായിട്ട് പറ്റുകയില്ല. അങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യമാണ്. അത് പൊതുവിൽ സഭയിൽ
ഒരിടത്തും അംഗീകൃതമായിട്ടുള്ള ഒന്നല്ല. അപ്പം അതിനാൽ അതിനെല്ലാ മേഖലയിലും വ്യാപകമായ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു പോയിൻ്റാണ്. ഒരു വിധത്തിൽ അതൊരു നെഗറ്റീവ് നോട്ടായിട്ട് അങ്ങ് നിൽക്കുകയാണ്. അപ്പം അതേ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അവരെന്ത് തീരുമാനം എടുക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചില മേഖലകളിൽ ഇതിനെപ്പറ്റി എതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ തീർച്ചയായിട്ടും ഒരെണ്ണം എൻഡോഗമിയെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ എൻഡോഗമി നിലനിർത്തിക്കൊണ്ട് ഒരു സ്വയാധികാര സഭയെ അംഗീകരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇതൊരു വ്യക്തിപരമായിട്ട് ഞാൻ ഉത്തരം പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ നിയമപരമായ ഒരു പോസിബിലിറ്റിയെ പറ്റിയാണ്. പക്ഷെ ആ സാധ്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന ഒന്നായിട്ട് നിയമാനുസൃതം അംഗീകാരം നൽകേണ്ട പരമാധികാരി ചിന്തിക്കുന്നുവെങ്കിൽ നമ്മളതിനോട് ചേർന്ന് ചിന്തിക്കുക. ഏറ്റവും സ്നേഹം നിറഞ്ഞ ജ്ഞാനായ സമുദായ സ്നേഹികളെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പിന്തുടർന്നു വന്ന പാരമ്പര്യങ്ങളിൽ വെള്ളം ചേർക്കുവാൻ ആരെയും അനുവദിക്കുകയില്ല എന്നതിന് തെളിവാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ ജനസാഗരമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വരും നാളുകളിൽ മാറ്റത്തിൻ്റെ ശബ്ദം കോട്ടയം അതിരൂപതയിൽ ഉയർത്തുവാനായിട്ട് ആരെയും നമ്മൾ അനുവദിക്കുകയില്ല. പക്ഷേ ഒറ്റ വാക്കിൽ സമയം വളരെയധികം ദീർഘിപ്പിച്ചു. അതിനാൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന KCYL സംഘടനയുടെ എല്ലാവിധ പിന്തുണകളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ രൂപതാ പ്രസിഡന്റ് അടുത്ത് തന്നെ രേഖപ്പെടുത്തുന്നതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറ്റ വാക്കിൽ ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളുന്നു. ക്നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ രക്തം നൽകി, ജീവൻ നൽകി, തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. അത് ജ്ഞാനായ രക്തം സിരകളിലോടുന്ന എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോ യുവജനങ്ങളും, പ്രബുദ്ധരായിട്ടുള്ള ഓരോ യുവജന സുഹൃത്തുക്കളും അതിന് എൻഡോഗമിയോടൊപ്പം നിലകൊള്ളും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് ഈ ക്നാനായ സമുദായത്തിന് അതിലേക്കുള്ള ഒരു മാർഗമായ സ്വയാധികാര സഭയ്ക്ക് വേണ്ടി ക്ലാസുകൾ നയിച്ച സെബാസ്റ്റ്യൻ മാണിയമ്പുരയ്ക്കൽ അച്ഛന് ആദ്യമേ തന്നെ ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. വളരെയധികം പ്രഗത്ഭന്മാര് കാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരായി ഇരുന്നിട്ടുണ്ട്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. നമ്മുടെ ജോയ് സാർ നട്ടലുള്ള കാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് എന്ന് അദ്ദേഹം തന്റെ ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഡോക്ടർ ലൂക്കോസ്, ബാബു സാറ്, നമുക്കറിയാം തോമസ് പീഡികയിൽ, എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജ്ഞാനായ സമുദായ അംഗങ്ങളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമ്മുടെ ഔവന്ത്യ മൂലക്കാട്ട് പിതാവിനും ഞാൻ ഒരിക്കൽ ഒരു സെന്റൻസ് വായിച്ചത് ഓർമ്മിക്കുകയാണ്. നമ്മൾക്ക് സഹായപത്രാനായിട്ട് മാർ മാത്യു മൂലക്കാട്ട് പിതാവ് വന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുടർച്ചാവകാശം ഉണ്ടായിരുന്നില്ല. അത് ലഭിക്കുന്നതിന് വേണ്ടി വീടുകൾ തോറും പ്രാർത്ഥനകൾ നടത്തുവാൻ കുന്നശ്ശേരി പിതാവ് ആഹ്വാനം ചെയ്തിരുന്നു. അങ്ങനെ നമുക്ക് ലഭിച്ച മാർ മാത്യു മൂലക്കാട്ട് പിതാവ് ഔവന്ത്യനായ തിരുമേനി ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമുദായത്തിന് വേണ്ടി ഉറച്ചു നിൽക്കും എന്ന വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ സെമിനാർ സെഷന് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അടുത്ത് തുറവാ പ്രതികരണത്തിന് രണ്ടുപേരെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഒന്ന് ശ്രീ തമ്പി എരുമേലിക്കര മുൻ എളപ്പാനിലച്ചൻ കയറി വരണം. സിറേഖ് ജോസഫ് സാർ മുകളിലേക്ക് വരണം. അതോടൊപ്പം തന്നെ ഇതിന് നമ്മൾ 10 പേരെ ഒരു 3 മിനിറ്റ് വീതം സംസാരിക്കുവാനായിട്ട് വെച്ചിട്ടുണ്ട്. അവരും മുകളിലേക്ക് കയറി വരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അവർ സംസാരത്തിന് ശേഷം ദീർഘകാലം KCCയെ നയിച്ച EJ ലൂക്കോസ് സാറിൻ്റെ അനുസ്മരണവും തുടർന്ന് KCCയുടെ പൊതുയോഗവുമാണ് ഇനി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സമുദായം നേരിടുന്ന വെല്ലുവിളി ചർച്ച ചെയ്യപ്പെടുന്ന ഈ പൊതുയോഗം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഓശാന ഞായറാഴ്ച കോട്ടയത്ത് എന്ത് സംഭവിക്കും? അതുകൊണ്ട് സംയമനത്തോടും വിവേകത്തോടും കൂടി പ്രസംഗങ്ങൾ കേൾക്കുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനം നമുക്ക് വിജയകരമാക്കി മാറ്റാം. ഈ ചടങ്ങ് അഭിവന്ദ്യനായ കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലിത്ത മൂലക്കാട്ട് പിതാവേ, കോട്ടയം അതിരൂപതയുടെ വികാർ ജനറൽ
മോൺസിഞ്ഞോർ മാത്യു എളപ്പാനിക്കലച്ച, KCCയുടെ പ്രസിഡന്റ് പ്രൊഫസർ ജോയ് മുപ്രാപ്പള്ളി, ഷെവലിയർ ജോയ് ജോസഫ് കൊടിയന്ത്ര, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ക്നാനായ സമുദായത്തിലെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, അഭിവന്ദ്യരായ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബിനോയ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഓശാന ഞായർ ലോകമെമ്പാടുമുള്ള ക്നാനായ സമുദായാംഗങ്ങൾ കോട്ടയത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു ദിനമാണ്. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? നാം അറിയാതെ ചരിത്രത്തിൽ ചില നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത്തരമൊരു നാടകീയ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഒക്കെ അതിൽ വന്ന് പെടുകയായിരുന്നു. നമുക്ക് ഇന്ന് സമുദായത്തെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക, എവിടെ ചെന്നാലും ഒരു സംസാരം, ആളുകളുടെ ഇടയിലെ ഒരു വേദന, നമ്മുടെ സ്വവംശ വിവാഹ നിഷ്ഠ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ കഴിയുമോ എന്ന് എല്ലാവരും സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അത്തരം സംശയങ്ങളെക്കുറിച്ച്, ആശങ്കകളെക്കുറിച്ച് നമുക്ക് പൊതുവായ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ വിളിച്ചുകൂട്ടിയിരിക്കുന്ന ക്നാനായ സമുദായത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധികളും മുൻ നേതാക്കന്മാരും ഒക്കെ അടങ്ങുന്ന ഈ പൊതുസഭ. നമ്മുടെ എല്ലാ മനസ്സിൽ ഇരമ്പുന്ന ചരിത്രത്തിൻ്റെ ഒരു സ്മരണയുണ്ട്. 17 നൂറ്റാണ്ടുകാലം നമ്മളെയൊക്കെ ഒന്നിപ്പിച്ചു നിർത്തിയ വൈകാരികമായ ഒരോർമ്മ. ആ ഓർമ്മയുടെ ബന്ധം കൊണ്ടാണ്, ശക്തി കൊണ്ടാണ് ഇന്ന് 70ഓളം രാജ്യങ്ങളിൽ ക്നാനായ മക്കൾ പോയിട്ടും അവർ സംഘടനകൾ രൂപീകരിച്ച് അവർ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുകയും പരസ്പരം സഹായിക്കുകയും അവരവരുടേതായ രീതിയിൽ സമുദായ പ്രവർത്തനം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് മറ്റൊരു സമുദായത്തിനും അവകാശപ്പെടാനാവാത്ത ഒരു പ്രത്യേകത, ഒരു വ്യതിരക്തത, ഡിഫറൻസ് ഈ സമുദായത്തിനുണ്ട് എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ ഒരു കത്തോലിക്ക സംഘടന എന്ന് പറയുന്നത് ക്നാനായ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയാണ്. അവർ നടത്തുന്ന കൺവെൻഷനുകൾ കണ്ടിട്ടാണ് ഇന്ന് അമേരിക്കയിൽ പല സമുദായ സംഘടനകളും അതേ മാതൃകയിൽ കൺവെൻഷനുകൾ നടത്തുന്നു, മീറ്റിങ്ങുകൾ നടത്തുന്നു. ബ്രിട്ടനിലെ ഏറ്റവും വലിയ സമുദായ സംഘടന എന്ന് വിശേഷിപ്പിക്കാവുന്നത് UKCC-യാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സംഘടന എന്ന് വിശേഷിപ്പിക്കാവുന്നത് കത്തോലിക്ക കോൺഗ്രസ് ഓഫ് മിഡിൽ ഈസ്റ്റാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ഓർക്കണം, എന്തുകൊണ്ട് കടല് കടന്നു പോയിട്ടും നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ മക്കൾ ഇങ്ങനെ സംഘാത ജീവിതത്തിലൂടെ ഈ സമുദായത്തെ പരിപോഷിപ്പിക്കുന്നു, സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നു, സമുദായത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു എന്നുള്ളത്. ഇത് നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ക്നാനായത്വം എന്ന് പറയുന്ന അതിവിശിഷ്ടമായ ഒരു വൈകാരിക ബന്ധമാണ്. ഇവിടെ നമ്മുടെ രൂപതയിൽ നമ്മൾ പറയും നമ്മുടെ പിതാവ്, മറ്റൊരു രൂപത്തിൽ അങ്ങനെ പറയാൻ എനിക്കറിയാം. നമ്മുടെ പിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത് ഞങ്ങളുടെ മൂലക്കാട്ട് പിതാവ്, ഞങ്ങളുടെ എളപ്പാനിക്കലച്ഛൻ, ഞങ്ങളുടെ വെള്ളിയാനച്ഛൻ, ഞങ്ങളുടെ കൊല്ലാപ്പറമ്പിലച്ഛൻ, ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, ഞങ്ങളുടെയാണവർ. ഞങ്ങളുടേത് എന്തുകൊണ്ട് പറയുന്നു? അത് രക്തബന്ധത്തിന്റെ വലിയ ഒരു ശക്തിയാണ് അങ്ങനെ പറയിപ്പിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഞങ്ങളുടെ സഹോദരന്മാരാണ്, ഞങ്ങളുടെ സഹോദരിമാരാണ്. അപ്പോ ഒത്തുതിരിച്ചവർ കപ്പൽ കയറി എന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പാടിയാലും ഏത് ഫ്ലൈറ്റിന് സമയത്തും ഒരു 10 പേർ ഒന്നിച്ചു ചേർന്ന പാട്ടുപാടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ അൻപിനോടെ ബാവ തന്റെ എന്ന് പാടിയാൽ ഒരു 10 മുന്നത്തറക്കാർ അവിടെ ഒത്തുചേരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന, രക്തത്തിൽ നിന്ന് വരുന്ന വലിയൊരു വൈകാരികതയാണ്. ആ വൈകാരികത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആശങ്ക ഉണ്ടായപ്പോഴും എല്ലാവരും അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നു, പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നു. അഭിനന്ദ പിതാവേ, ആ ആശങ്കയാണ്, ആ വേദനയാണ് ഈ മക്കൾക്ക് പിതാവുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, എത്രയോ വർഷമായി കോട്ടയം രൂപതയുടെ വികസനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആളും അർത്ഥവും ഒരുക്കി കണ്ണൂർ ഒരു രൂപതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങി. അഭിനന്ദനായ മൂലക്കാട്ട് പിതാവ് അവിടെയാണ് ശുശ്രൂഷ ആരംഭിച്ചത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്വിച്ച് ഇട്ടാൽ മതി ലൈറ്റ് തെളിയുമെന്ന് കാർഡിനൽ പറഞ്ഞു. ഇതുവരെ ലൈറ്റ് തെളിഞ്ഞില്ല.
സീറോ മലബാർ സഭയിലെ ഒരു ന്യൂനപക്ഷമായ ജ്ഞാനായ കത്തോലിക്കർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല, അവർക്ക് അവകാശമനുസരിച്ചുള്ള വളർച്ച ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. ഇന്ന് 70ഓളം രാജ്യങ്ങളിൽ ജ്ഞാനായ മക്കൾ അധിവസിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ കോട്ടയം അതിരൂപതയുടെ അഭിവന്ദ്യനായ മെത്രാപ്പോലീത്ത ഞങ്ങളെ ഭരിക്കണം, ഞങ്ങളുടെ വൈദികർ ഞങ്ങൾക്ക് ശുശ്രൂഷ നൽകണം. അതുകൊണ്ടാണ് നമ്മുടെ മെത്രാപ്പോലീത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ ഓടി ചെല്ലുമ്പോൾ ആ മക്കൾ ഓടി വന്ന് കൈമുത്തി ആശ്ലേഷിക്കുന്നത്. ലോകത്തെവിടെയുള്ള ജ്ഞാനായ അസോസിയേഷന്റെ മീറ്റിംഗ് ഉണ്ടെങ്കിലും നമ്മുടെ പിതാക്കന്മാരെ, നമ്മുടെ വൈദികരെ ക്ഷണിക്കുന്നത്. അവരെല്ലാം ആഗ്രഹിക്കുന്നു എല്ലാ രാജ്യങ്ങളിലും വസിക്കുന്ന ജ്ഞാനായ മക്കൾക്ക് ഒരു പൊതുവായ അജപാലന സൗകര്യം ഉണ്ടാവണം. ആ അജപാലന സൗകര്യത്തിലേക്കുള്ള യാത്രയിലാണ് നാം. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വയാധികാര സഭ, സൂയി ജൂറിസ് ചർച്ച് നാളെ കിട്ടത്തില്ല, 10 കൊല്ലം കഴിഞ്ഞാലും കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ സ്വപ്നത്തിന്റെ പിറകെ നാം യാത്ര ചെയ്യണം. 915 കോട്ടയം വികാരിയാത്ത് സ്ഥാപിക്കാൻ വേണ്ടി എത്ര നൂറ്റാണ്ട് നാം കാത്തിരുന്നു. വലിയ ഒരു രൂപതയായ ചങ്ങനാശ്ശേരിയെ 15 വർഷം ഭരിച്ചിട്ട് ദരിദ്രമായ സാഹചര്യങ്ങളിൽ 15,000 പേർക്ക് വേണ്ടി മാക്കിയിൽ മെത്രാനും കോട്ടയത്തേക്ക് കടന്നു വന്നെങ്കിൽ അത് ജ്ഞാനായക്കാരന്റെ ആത്മാഭിമാനത്തിന്റെ ആവിഷ്കാരമായിരുന്നു എന്ന് ഞാൻ പറയും. ആ ആത്മാഭിമാനത്തെ ആവിഷ്കരിക്കാനാണ് ഈ മക്കൾ ഇങ്ങനെ വിഷമിക്കുന്നത്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈ വികാര വിചാരങ്ങളോടുകൂടി തനിമയിൽ ഒരുമയിൽ ഒരു വലിയ അജപാലന സ്വപ്നത്തെ നെഞ്ചിലേറ്റി നമുക്ക് മുന്നോട്ട് പോകാം. ചോദിക്കുമ്പോൾ ഉടനെ കിട്ടണമെന്നില്ല, ധാരാളം തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പ്രാർത്ഥനയോടെ, ഒറ്റയ്ക്ക്, ഒന്നിച്ച്, തനിമയോടെ നാം മുന്നോട്ട് പോകുമ്പോൾ അത് കരഗതമാകുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇങ്ങനെ ഒരു യോഗം ചേർന്നു എന്ന് പറഞ്ഞപ്പോൾ ആ യോഗത്തിൽ വന്ന് സംബന്ധിച്ച് മക്കളുടെ അഭിപ്രായങ്ങൾ കേട്ട് അവർക്ക് മറുപടി പറയാൻ സന്നദ്ധനായ ഒരു പിതാവാണ് നമുക്കുള്ളത്. ആ പിതാവിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സാഹചര്യത്തിൽ ആഗ്രഹിക്കുകയാണ്. അഭിനന്ദ പിതാവിനെ അങ്ങയുടെ മക്കളുടെ നടുവിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എളപ്പാനിക്കൽ അച്ഛൻ ഞങ്ങളുടെ കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ചാപ്ലൈനാണ്. അച്ഛന് ചില ആശങ്കകളൊക്കെ ഉണ്ട്. എല്ലാം സമാധാനമായിട്ട് പോകുമോ? ഞാൻ പറയാം, എല്ലാം സമാധാനമായിട്ട് പോകും. വിവേകത്തോടും പക്വതയോടും നമ്മൾ ഇവിടെ പ്രവർത്തിക്കും. ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകത്തില്ല അച്ഛാ. അതുകൊണ്ട് അച്ഛനെ ഞങ്ങൾക്ക് എല്ലാം വലിയ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തോടു കൂടി തന്നെ അച്ഛനെയും ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് ഇന്നത്തെ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സമുദായത്തിലെ ഷെവലിയറായിരിക്കുന്ന, പ്രശസ്ത നിയമജ്ഞനായിരിക്കുന്ന, നിയമ സർവീസ് അതിൻ്റെ വാർഷികം ആഘോഷിച്ച പ്രിയപ്പെട്ട കുടിയന്തറയിലെ ജോയിച്ചായനാണ്. സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് വന്ന ജോയിച്ചായനെയും ഞങ്ങൾ സഹോദരന്മാർ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു കാലഘട്ടത്തിലെ ജനറൽ സെക്രട്ടറി ഇരുന്ന നന്ദികുന്നൽ തോമസ് സാറ്, തമ്പി എരുമേലിക്കര എന്നിവര് ഉണ്ട്. അതുപോലെ സ്റ്റീഫൻ ജോർജ് XMLA, KCYL പ്രതി ഷിനോയ്, KCWയുടെ പ്രതിനിധി ഡോക്ടർ ഷൈനി, ഉടൂർ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ തോമസ് കുട്ടി വടാത്തല, KCCയുടെ ട്രഷറർ ഷൈജി ഓട്ടപ്പള്ളി, ശ്രീ ചാക്കോ പട്ടാർകുഴി, ശ്രീ ഫിലിപ്പ് ആശാരി പറമ്പിൽ, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് മുൻ പ്രസിഡന്റ്, ഉടൂർ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ, MG യൂണിവേഴ്സിറ്റിയുടെ മുൻ സിൻഡിക്കേറ്റ് മെമ്പറൊക്കെ ആയിരുന്നു ബേബി സാറ്, അതുപോലെ തന്നെ സൈമൺ ആറുപറ, ജോസ് പാറേട്ട്, ഇവരെല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വിശിഷ്ടനായ നമ്മളുടെ ഒരു ശ്രേഷ്ഠ സഹോദരൻ എന്നീ വേദിയിലുണ്ട്. റിട്ടയർഡ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജസ്റ്റിസ് സിറിയക് ജോസഫ് അവർകൾ. അദ്ദേഹം സമുദായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. സിറിയക് സാറ് ഒരു കാലഘട്ടത്തിൽ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഒരു 10 കാലം KCYL ഡയറക്ടറായിരുന്നു. എത്ര ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴും സമുദായ സ്നേഹത്തിന്റെ കളകറിഞ്ഞ പ്രതീകമായിരിക്കുന്ന സിറിയക് സാറിനെ ഹൃദയവായ്പോടെ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് EJ ലൂക്കോസ് സാറിന്റെ അനുസ്മരണമാണ് നടക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട EJ ലൂക്കോസ് സാർ, പ്രത്യേകിച്ച് ഞാനൊക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എൻ്റെ പാനലിനെ നയിച്ച EJ ലൂക്കോസ് സാർ, 2 പ്രാവശ്യം KCCയുടെ പ്രസിഡന്റായി ശോഭിച്ച EJ ലൂക്കോസ് സാർ, അതുപോലെ ജ്ഞാനായക്കാർക്ക് എന്നും അഭിമാനിക്കാവുന്ന കൊടുങ്ങല്ലൂര് കനായിത്തോമൻ ഭവനും കനായിത്തോമൻ ടവറും പടികഴിപ്പിച്ച EJ ലൂക്കോസ് സാറ്, ചരിത്ര പ്രസിദ്ധമായ നീണ്ടൂർ സമ്മേളനത്തോടെ KCCക്ക് ഒരു ഉണർവ് കൊടുത്ത EJ ലൂക്കോസ് സാറ്, അദ്ദേഹത്തിന്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, നമോഭാഗം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഏവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ലൂക്കോസ് സാറിന് അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി ഷെവലിയർ ജോയി ജോസഫ് കൊടിയന്തരയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
മുലക്കാട്ടിൽ പിതാവേ, വേദിയിൽ വരിഷ്ഠരായിരിക്കുന്ന സമുദായ നേതാക്കളെ, കനായ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ജോയ് മുപ്രപ്പള്ളിൽ, സുഹൃത്തുക്കളെ, സമുദായ സ്നേഹിയും നമ്മുടെയെല്ലാം അഭിമാനവുമായിരുന്ന ശ്രീ ഇ ജെ ലൂക്കോസ് സാറിനെ അനുസ്മരിക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കുചേരുവാൻ എനിക്കൊരവസരം നൽകിയതിന് കനായ കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളോടുള്ള കൃതജ്ഞത ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. സമുദായ സ്നേഹിയും നമ്മളുടെ എല്ലാം അഭിമാനവുമായിരുന്ന ശ്രീ ഇ ജെ ലൂക്കോസ് എളിമയിൽ അധിഷ്ഠിതമായ ജീവിതം ഒരു ശൈലിയായി തന്നെ അവലംബിച്ചു പോന്ന ഒരു വ്യക്തിയാണ്. കേൾക്കാൻ മേല. ഒരു വ്യക്തിപ്രഭാവത്തിൻ്റെ ഉടമയായിരുന്ന ലൂക്കോസ് സാറിനെ ഒരിക്കൽ പരിചയപ്പെടുന്ന ഒരാൾ തൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ ഓർത്തിരിക്കുക എന്ന ഒരു പ്രത്യേക പെരുമാറ്റ ഗുണത്തിൻ്റെ ഒരു ഉടമ കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഏത് പ്രവർത്തന മേഖലയിലും അദ്ദേഹത്തിൻ്റെ അർപ്പിത മനോഭാവവും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള നിശ്ചയദാർഢ്യവും ആരെയും ആകർഷിക്കുന്ന നല്ല സംഭാഷണ ശൈലി വഴി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്ന ഒരു മഹത് വ്യക്തി കൂടിയായിരുന്നു ശ്രീ ലൂക്കോസ് സാർ. ജ്ഞാനായ സമുദായം എന്ന അഭിമാനത്തെ നെഞ്ചിലേറ്റിൽ ആളിച്ചിരുന്ന ഈ സമുദായ സ്നേഹിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഇന്ന് ഈ പ്രതിനിധി സഭ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടുവാനുള്ള സാഹചര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അനുകാലിക പ്രശ്നങ്ങളിൽ കനായ കത്തോലിക്ക കോൺഗ്രസിനുള്ള ഉത്കണ്ഠ കൊണ്ടാണ് ഈ സമ്മേളനം ഇവിടെ വിളിച്ചു കൂട്ടുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇവിടെ ഇന്ന് ചർച്ചാ വിഷയമായ പല കാര്യങ്ങളും ഈ കഴിഞ്ഞ പാസ്റ്ററൽ കൗൺസിലിൻ്റെയും പെസ്ബിറ്ററൽ കൗൺസിലിൻ്റെയും സംയുക്ത യോഗത്തിൽ ദീർഘമായി ചർച്ച ചെയ്യുകയും അഭിവന്ദ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരുപാട് ക്ലാരിറ്റി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. കൂടാതെ നിങ്ങളുടെ പ്രസിഡന്റ് ശ്രീ ജോയ് മുപ്രപ്പള്ളിയിൽ, ശ്രീ സ്റ്റീഫൻ ജോർജ്, മറ്റ് സമുദായ നേതാക്കളുടെ എല്ലാം ഇൻ്റർവെൻഷൻ വഴിയെല്ലാം വളരെയധികം ക്ലാരിറ്റി ഈ സംഗതിയെ സംബന്ധിച്ച് ഉണ്ടായി. എന്നാൽ ആ മീറ്റിങ്ങിൽ വന്ന ഒരാശയം ഈ നോർത്ത് അമേരിക്കയിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഒരു പാരലൽ അല്ലെങ്കിൽ ഇവിടുത്തെ പോലെ ഒരു എക്ലീസിയാസ്റ്റിക്കൽ സിസ്റ്റം ജ്ഞാനായ സമുദായത്തിന് ഇല്ലാത്തതുകൊണ്ടാണെന്നും അതുകൊണ്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാകുവാൻ കൂടി ഒരു സൂയി ജൂറിസ് ചർച്ച് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് അന്നത്തെ യോഗം ഏകകണ്ഠേന അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നിവിടെ നടത്തിയ സെമിനാറിൻ്റെ പ്രസക്തി. അച്ഛൻ ഇതിനെക്കുറിച്ചെല്ലാം നല്ല ഒരു പ്രസൻറ്റേഷൻ ഇവിടെ നടത്തി. എന്നാൽ അദ്ദേഹം ആർട്ടിക്കിൾ 28 ഓഫ് കാനൻ 28 കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തിനും ഒരുപോലെ പ്രസക്തിയുണ്ട് എന്ന് പ്രത്യേകം പറയുകയുണ്ടായി. അങ്ങനെ നോക്കുമ്പോൾ കാനണിൽ പറയുന്നു സൂയി ജൂറിസ് ചർച്ചിന് അർഹത ആർക്കാണ്? എ ഡിസ്റ്റിങ്ക്ട് കമ്മ്യൂണിറ്റി ഫോംഡ് ഓൺ അക്കൗണ്ട് ഓഫ് historical circumstances and they through their manner of life manifested their religious belief. ഈ കാനൻ വായിച്ചപ്പോൾ
അത് കുറച്ച് എക്സാജറേഷൻ ആണെന്ന് തോന്നിയാൽ പോലും ക്നാനായ സമുദായം പോലെയുള്ള സമുദായത്തിനെ ഉദ്ദേശിച്ചാണോ ഈ കാനൻ എഴുതി വെച്ചതെന്ന് പോലും നമുക്ക് സന്ദേഹിക്കാൻ വകയുണ്ട്. അപ്പോൾ സൂയിയൂറിസ് ചർച്ച് കിട്ടുവാൻ നമുക്കുള്ള അവകാശത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി അച്ഛൻ പറഞ്ഞതുപോലെ കൂടുതൽ പഠനം ആവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് ഈ യോഗത്തിൽ സമർപ്പിക്കുവാനുള്ള ഒരു നിർദ്ദേശം, ഇതിനു വേണ്ടി അഗാധമായ ഒരു പഠനം നടത്തുവാൻ പുറത്തു നിന്നാണെങ്കിൽ പോലും ഒരു ദൈവശാസ്ത്ര പണ്ഡിതനെ നമ്മുടെ രൂപതയിൽ നിന്ന് തന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് അദ്ദേഹത്തെ ഈ ജോലി ഏൽപ്പിക്കണമെന്ന് ഞാൻ എളിമയോടുകൂടി നിർദ്ദേശിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞാലും പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു സമുദായമാണ് നമ്മുടേത്. എന്നാൽ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ പ്രവർത്തന മേഖലയിലും കൂടുതൽ ഹൈറാർക്കിക്കൽ എൻഹാൻസ്മെൻറ്റും ഉണ്ടായിട്ടുള്ള ചരിത്രമാണ് നമ്മുടേത്. അത് 1990 അവസാന കാലഘട്ടങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ കാണാൻ സാധിക്കും. ഒഫീഷ്യലായിട്ടല്ലെങ്കിലും ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ സമുദായത്തിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പോലും ചോദ്യം ചെയ്ത ആ കാലഘട്ടത്തിൽ അഭയൊന്ന പിതാക്കന്മാരുടെ നേതൃത്വത്തിലും അന്നത്തെ ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പിൻബലത്തിലുമൊക്കെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി എന്തുണ്ടായി? നമ്മുടെ എക്സിസ്റ്റൻസിനെ ചോദ്യം ചെയ്യവർ കാണുക തന്നെ നമ്മുടെ രൂപതയെ ഒരു ആർക്കിയെപ്പാർക്കിയായി ഉയർത്തി. നമ്മുടെ പിതാവ് ഒരു ആർച്ച് ബിഷപ്പായി, നമുക്ക് ഓക്സിലറി പിന്നീട് കോഴഞ്ചത്തൂർ ബിഷപ്പുണ്ടായി. അതുതന്നെയുമല്ല, സ്റ്റാറ്റസ് കോ ഓർഡർ വഴി നമ്മളുടെ രൂപതയുടെ പ്രസക്തിയെ വീണ്ടും ഹോളി സീ എടുത്ത് പറയുകയുണ്ടായി. അത് അങ്ങനെ ഈ പ്രശ്നങ്ങളെ മുന്നേറുവാനുള്ള ഒരു ഇൻഹെറൻറ്റ് ആൻഡ് ജനറ്റിക്കൽ ക്വാളിറ്റി നമുക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്നിവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളും സമുദായത്തിൻ്റെയും സഭയുടെയും വളർച്ചയ്ക്കും പുരോഗതിക്കും ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജെ ലൂക്കോസ് സർ അനുസ്മരണം നടത്തുന്നതിന് വേണ്ടി KCCയുടെ മുൻ സെക്രട്ടറി ശ്രീ തമ്പി എരുമേലിക്കര അവരെ ഏറ്റ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അഭിവന്യ മൂലക്കാട്ട് പിതാവേ, ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ ജോയ് മുപ്രാപ്പിൾ സാറെ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഷെവലിയാർ ജോയ് സാർ, ബഹുമാനപ്പെട്ട എളപ്പാനിക്കലച്ച, വേദിയിലിരിക്കുന്ന ക്നാനായ സമുദായത്തിൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, നമ്മുടെ സമുദായത്തിൻ്റെ അഭിമാനമായ ഇന്നത്തെ ഈ പ്രത്യേക യോഗത്തിലെ ഈ പ്രത്യേക പ്രതിസന്ധിയിൽ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ ജസ്റ്റിസ് സിറിയക് ജോസഫ്, ബഹുമാനപ്പെട്ട വൈദികരെ, കന്യാസ്ത്രീയുടെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഞാനിന്ന് ഓർക്കുവാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിൽ ജെ ലൂക്കോസ് ഉണ്ടായിരുന്നെങ്കിലും 3 വട്ടം ക്നാനായ സമുദായത്തിൻ്റെ പ്രസിഡന്റ് പദം ജെ ലൂക്കോസ് സാർ അലങ്കരിച്ചു. അതിൽ 2 വട്ടം, അവസാനത്തെ 2 വട്ടവും അദ്ദേഹത്തോടൊപ്പം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ട് ഒരുപാട് പ്രവർത്തന രംഗത്ത് പരിചയം നേടുന്നതിന്, ഒരുപാട് പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്നതിന് എനിക്ക് സാധിച്ചു. ഞാനതിൽ കൃതാർത്ഥനാണ്. ബഹുമാന്യരായ ഷെവലിയർ ജെ ജോസഫ് കണ്ടോത്തും ചാഴികാട്ട് സാറും അവരെല്ലാം ഈ സമുദായ സംഘടനയ്ക്ക് അതിൻ്റേതായ ഒരു മാന്യതയും വ്യക്തിത്വവും നൽകിയിരുന്നു. പ്രവർത്തന രംഗത്ത് അഭിവന്യ പിതാക്കന്മാരോടൊപ്പം കൈകോർത്ത് അവരോടൊത്ത് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം സമുദായ സംഘടനയുടെ വ്യക്തിത്വവും അവർ പാലിച്ചിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് സമുദായ സംഘടന കൊണ്ടുവരുന്നതിന് ബഹുമാന്യനായ ജെ ലൂക്കോസ് സാറിന് സാധിച്ചു. സമുദായ നേതാക്കന്മാരോട്, സഭാ നേതാക്കന്മാരോട് സഹകരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം സമുദായത്തിൻ്റെ നൊമ്പരങ്ങൾ അറിഞ്ഞുകൊണ്ട്, സമുദായത്തിൻ്റെ വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ട് തൻ്റെ ഇടത്തോടെ സമുദായങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കൂടി കഴിഞ്ഞു. അങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതിന് ജെ ലൂക്കോസ് സാർ കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, വളരെ സജീവമായ
ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടം. MLA എന്ന രീതിയിൽ, പൊതുപ്രവർത്തന രംഗത്തെ രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പലതും നമ്മുടെ സമുദായത്തിന് വേണ്ടി കൊണ്ടുവരാൻ സാധിച്ചു. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ നമ്മുടെ കലയായ മാർഗംകളി അദ്ദേഹം യുവജനോത്സവത്തിൽ കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവുകൊണ്ട് മാത്രമായിരുന്നു. അതുപോലെ അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ സമുദായ സംഘടനയ്ക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കൊടുങ്ങല്ലൂരിൽ ക്നായിത്തോമ ഭവന് അവിടെ 7 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചുകൊണ്ട് ക്നായിത്തോമ ഭവൻ പണിയുന്നതിന് ലൂക്കോ സാർ നേതൃത്വം കൊടുത്തു. എനിക്കിന്ന് ജ്ഞാനായ ഉത്തരിക കോൺഗ്രസിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അദ്ദേഹം അത്രമാത്രം ക്നായിത്തോമ ഭവൻ എന്ന ആശയം കൊണ്ടുവരുന്നതിന് വേണ്ടി ലൂക്കോ സാർ അത്രമാത്രം കഠിനാധ്വാനം ചെയ്തു. ക്നായിത്തോമ ഭവന് അവിടെയുള്ള ഹാളിന് EJ ലൂക്കോസ് മെമ്മോറിയൽ ഹാൾ എന്ന് പേര് കൊടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചാരിതാർത്ഥ്യമായിരുന്നു ഈ ക്നാനായ ഭവൻ, കൊടുങ്ങല്ലൂരിലെ ക്നാനായ ഭവൻ. കൊടുങ്ങല്ലൂർ ക്നാനായ ഭവന് അദ്ദേഹത്തിൻ്റെ പേര് കൊടുക്കുന്നതിന് നമ്മുടെ ക്നാനായ കത്തോലിക്ക കോൺഗ്രസ് അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റി തീരുമാനമെടുക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനമുണ്ട്. ലൂക്കോ സാറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും നിങ്ങളുടെ എല്ലാം സഹനം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നത്തെ ഈ സമ്മേളനത്തിലേക്ക് ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം ഇന്ന് ഇതുപോലെയുള്ള ജനം ഇന്ന് ഒരു പ്രത്യേക കൂടുതൽ അറിയിപ്പൊന്നും കൂടാതെ ഇതുമാത്രം ജനം ഇന്നിവിടെ ഹാളിലേക്ക് ഇവിടെ ഒരു പൊതുസമ്മേളനത്തിലോട് വന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. നമുക്കറിയാം, ജ്ഞാനായ സമുദായത്തിൻ്റെ 16ാം നൂറ്റാണ്ട് കാലത്തെ നമ്മൾ നേടിയെടുത്ത അലിഖിതമായ നമ്മുടെ നിയമങ്ങൾക്ക് എവിടെയോ വിള്ളലുണ്ടാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്ന ഒരു ആശങ്ക നമ്മുടെ ജനങ്ങളിലുണ്ട്. ആ ആശങ്ക വളരെ ഒരു കാട്ടുതീ പോലെ നമ്മുടെ ജനങ്ങളിലേക്ക് പടർന്നിരിക്കുകയാണ്. ആ ആശങ്ക ഒരു കാട്ടുതീ, എല്ലായിടത്തും സംഭാഷണമാണ്. വലിയ നോട്ടീസൊന്നും ചെയ്തില്ല, പത്രപരസ്യങ്ങളില്ല, TV പരസ്യങ്ങളില്ല. ഇതൊന്നുമില്ലാതെ ചെവിയോട് ചെവി പറഞ്ഞു എല്ലാവർക്കും ഒരു വലിയ ആശങ്ക. എവിടെയോ നമ്മൾ 16 നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നേടിയെടുത്ത എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നു, ആരൊക്കെയോ നമ്മളിൽ നിന്നും ഈ അവകാശങ്ങൾ പിടിച്ചു പറിക്കാൻ പോകുന്നു എന്നുള്ളൊരാശങ്ക നമ്മുടെ ജനങ്ങളിലുണ്ട്. അതിലേക്ക് അഭിമന്യ പിതാവ് വെളിച്ചം വീശുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് അഭിമന്യ പിതാവിനോട് ഒന്ന് മാത്രം, ഈ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുമ്പോൾ എനിക്കൊന്ന് പറയാനുണ്ട്. സിറോ മലബാറിലെ 30-30-30-ലേറെ മെത്രാന്മാരുടെ അഭിമന്യ പിതാക്കന്മാരുടെ നടുവിലേക്ക് പോകുമ്പോൾ അങ്ങേക്ക് ഒറ്റപ്പെടുന്ന ഒരു ആശങ്ക ചിലപ്പോൾ ഉണ്ടായി കാണാം. പക്ഷെ ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, പിതാവേ, അങ്ങയോടൊപ്പം ലക്ഷക്കണക്കിനായ ഞങ്ങൾ സധൈര്യം അങ്ങയോടൊപ്പമുണ്ട്. ഒരു കാരണവശാലും ക്നാനായ സമുദായത്തിൻ്റെ പോറൽ വരുത്തുന്ന ഒരു തീരുമാനത്തിനും അങ്ങ് വിട്ടുകൊടുക്കരുത് എന്ന എളിയ അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശ്രീ തമ്പിച്ചേട്ടന് നന്ദി. KCCയുടെ മുൻ സെക്രട്ടറി ശ്രീ തോമസ് നന്ദിവന്ദൻ അവരുകളെ EJ ലൂക്കോസ് അനുസ്മരണം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. ഓണറബിൾ ജസ്റ്റിസ് രേഗ് ജോസഫ്, ക്നാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കളെ, സ്നേഹമുള്ള ക്നാനായ സഹോദരങ്ങളെ, കഴിഞ്ഞ 5 പതിറ്റാണ്ട് സമൂഹത്തിൽ, സമുദായത്തിൽ, രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഒരു ഉന്നത പ്രതിഭയായിരുന്നു EJ ലൂക്കോസ് സാർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. EJ ലൂക്കോസ് സാറുമായിട്ട് എനിക്ക് 1/2 നൂറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ട്. അത് പല മേഖലയിലാണ്. ക്നാനായ സമുദായത്തിൻ്റെ പ്രസിഡന്റ്, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, സെക്രട്ടറി, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, അഖില കേരള കാത്തോലിക് ടീച്ചേഴ്സ് സംഘടനയായ ഗിൽഡിൻ്റെ സംസ്ഥാന ട്രഷറർ ലൂക്കോസ് സാറ്, സെക്രട്ടറി ഞാൻ, ഇങ്ങനെ വിവിധ മേഖലകളിൽ എനിക്ക് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അഭിവൃദ്ധിയിലും ജയത്തിലും തോൽവിയിലും ഒക്കെ അദ്ദേഹത്തോട് ഒത്തുനിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. EJ ലൂക്കോസ് സാറ് ഒരു ആപ്തവാക്യം പറയുന്ന പോലെ, മലകളിളയിലും മഹാജനാനാം മനമിളക. അദ്ദേഹത്തിന് തോൽവി അടുത്ത് നിന്ന് ഞാൻ ദർശിച്ചിട്ടുണ്ട്, വിജയവും അടുത്ത് നിന്ന് ദർശിച്ചിട്ടുണ്ട്. ഒരു ഇളക്കവും ഇല്ല, യാതൊരു ഭാവമാറ്റവുമില്ല. അത് അദ്ദേഹത്തിൻ്റെ വലിയ ഗുണമായി. മറ്റൊരു ഗുണം, അദ്ദേഹത്തിൻ്റെ ചരമപ്രസംഗത്തിൽ
ബഹുമാന്യനായ അഭിമന്യനായ VG പറഞ്ഞത് ഞാൻ ഒന്നുകൂടി അടിവരയിടുക. അദ്ദേഹം ഏത് സ്ഥാനത്ത് ചെല്ലുമ്പോഴും അദ്ദേഹത്തിന് ചില പ്രതീക്ഷകളും ഭാവനകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അത് നിറവേറ്റുന്നതിന് വേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രവർത്തിക്കും. അതിനുദാഹരണമാണ് തമ്പി എരുമേലിക്കരയോട് പറഞ്ഞ ഇരിങ്ങാൽ കൊടുങ്ങല്ലൂരെ സ്മാരകം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിളങ്ങിയിരുന്ന വേറൊരു ഗുണവിശേഷമാണ്, അതിനധികം പ്രദർശന ഛായയില്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം തികഞ്ഞ ദൈവഭക്തനായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് നൂറ്റാണ്ടുകാലം സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്ത EJ ലൂക്കോസ് സാറിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. പ്രാർത്ഥിക്കേണ്ട സമയമാണ് എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാനും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രതിനിധി സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിനായി KCCയുടെ ആരാധ്യനായ പ്രസിഡന്റ് പ്രൊഫസർ ജോയ് മുപ്രാപ്പള്ളി അവരെ ഏറ്റ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അഭിവന്യ മൂലക്കാട്ട് പിതാവേ, ഷവലിയർ ജോയ് ജോസഫ് കൊടിയന്ത്ര, വികാരി ജനറൽ എളപ്പാനിലച്ചൻ, വേദിയിലിരിക്കുന്ന ജ്ഞാനായ നേതാക്കളെ, ജ്ഞാനായ ഈ സമ്മേളനത്തിലെത്തിയിരിക്കുന്ന, നിങ്ങൾക്കറിയാം ഇതൊരു വിശേഷാൽ പൊതുയോഗമാണ്. നമ്മളുടെ സമുദായത്തിൻ്റെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിശേഷാൽ പൊതുയോഗം. ഇതിനകത്ത് മെമ്പർമാരും ഇതിനെ സ്നേഹിക്കുന്നവരും വന്നു ചേർന്നിട്ടുണ്ട്. മെമ്പർമാരെല്ലാം അവിടെ രജിസ്റ്ററിൽ ഒപ്പുവെച്ചേ പോകാവൂ. ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് വോട്ട് ചെയ്ത് എല്ലാവർക്കും മെമ്പർമാരാണ്, അവരെല്ലാം ഒപ്പുവെച്ചേ പോകാവൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1-2 മാസമായിട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള ആളുകൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ആ വിഷയത്തെ സംബന്ധിച്ച ഉള്ള ഒരു ചർച്ചയാണ്. തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം സന്തോഷവും അതോടൊപ്പം ദുഃഖവുമുണ്ട്. സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആളുകൾ ഒരു ചെറിയ നോട്ടീസിൻ്റെ പേരിൽ ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ജ്ഞാനായ നേതാക്കൾ ഈ സമ്മേളനത്തിൽ എത്തി എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ സമുദായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്നു വന്നല്ലോ എന്നുള്ള ദുഃഖവുമുണ്ട്. അതുകൊണ്ട് ഒരു സമ്മിശ്ര സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് ചില ആളുകളൊക്കെ പറഞ്ഞു ഇത് പിതാവിനെതിരായിട്ടുള്ള ഒരു നീക്കമാണ്, മൂലക്കാട്ട് പിതാവും ജോയ് സാറും തമ്മിലുള്ള ഒരു വഴക്കാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വിഷയമില്ല. മൂലക്കാട്ട് പിതാവുമായിട്ട് വ്യക്തിപരമായ ഒരു വിഷയവും ഞങ്ങൾ തമ്മിലില്ല. ഞങ്ങൾ തമ്മിൽ 2 കിലോമീറ്ററിന് വ്യത്യാസമേ ഉള്ളൂ. അത്രമാത്രം അടുപ്പമാണ്. എന്നാൽ തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ട സാഹചര്യങ്ങളിൽ അത് പറയുന്ന ഒരു സ്വഭാവവിശേഷം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുകയുണ്ടായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ അറിയാം, ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകാനായിട്ട് ഞാൻ ആലോചിച്ചപ്പം ആദ്യം ബേബി സാറാണ് പ്രസിഡന്റ്. ബേബി സാറിനോട് ഞാൻ ചോദിച്ചു, സാറ് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മത്സരിക്കുന്നില്ല. അപ്പം ബേബി സാർ എന്നോട് പറഞ്ഞു, സാറേ ഇത് ഞാൻ നിർത്തുകയാണ്, വളരെയധികം അവഗണനയാണ് ലഭിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ സാറിനോട് അത് പോരാ സാർ മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും സാറും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ഈ സംഘടനയിലേക്ക് മത്സരിക്കാൻ തയ്യാർ. ഞാനിവിടെ EJ ലൂക്കോസ് സാറിൻ്റെ അനുസ്മരണ പറഞ്ഞു. തീർച്ചയായിട്ടും ലൂക്കോസ് സാറ് ആദ്യം മത്സരിക്കാൻ പ്രസിഡൻ്റായിട്ട് വന്നില്ല.
ലൂക്കോസ് സാർ വന്നിരുന്നെങ്കിൽ ഞാൻ മത്സരിക്കില്ലായിരുന്നു. ഞാൻ മത്സരത്തിന് വന്ന ശേഷം അവസാനമാണ് ലൂക്കോസ് സാർ വരുന്നത്. കാരണം അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ്. അപ്പം ആ രീതിയിൽ ഞാൻ അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനിക്കുന്നു. അതോടൊപ്പം അതിന് ശേഷവും തെരഞ്ഞെടുപ്പിന് ശേഷവും പല മീറ്റിങ്ങുകളും ഞങ്ങൾ ഒന്നിച്ച് പോയിട്ടുണ്ട്. എൻ്റെ കാറിൽ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒന്നിച്ച് പോയിട്ടുണ്ട്. ഈ തരുണത്തിൽ സാറിനെ ഞാൻ അങ്ങേയറ്റം സാറിനെ ഞാൻ എൻ്റെ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. സാറ് കൊടുങ്ങല്ലൂര് ഇവിടെ പലരും സംസാരിച്ചു. വാസ്തവത്തിൽ ക്നാനായ കത്തോലിക്ക കോൺഗ്രസ്സിന് ആകെയുള്ള ഒരു സ്വത്ത് അത് മാത്രമേ ഉള്ളൂ. 6 സെന്റ് സ്ഥലവും ഒരു ചെറിയ കെട്ടിടവും. നമ്മുടെ സംഘടനയ്ക്ക് ഈ കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ടോ ആകെയുള്ളതാണ്. അപ്പോൾ അത് സമ്പാദിച്ചു തന്ന E.J. ലൂക്കോസ് സാറാ. അദ്ദേഹത്തെ ഞാനിപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും 2-3 കാര്യങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഞാൻ പിതാവുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. ജോയി ഷെവലൂറിന് പറയുകയുണ്ടായി. ഇന്നലെ പാസ്റ്റർ കൗൺസിൽ സംസാരിച്ചു. പിതാവ് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്രാദേശിക പിതാവ് എഴുതി എന്താണ് നമ്മുടെ സഭയിൽ നിന്നും നമ്മുടെ സമുദായത്തിൽ മാറി കല്യാണം കഴിക്കുന്നവർ, അവർക്ക് നമ്മൾ മെമ്പർഷിപ്പ്, നമ്മുടെ പള്ളികളിൽ മെമ്പർഷിപ്പ് കൊടുക്കണോ വേണ്ടയോ? ഈ ഒരൊറ്റ വിഷയമാണ്. വേറെ പിതാവുമായിട്ടോ മറ്റാളുകളുമായിട്ടോ ഒരു അഭിപ്രായ വ്യത്യാസവും. അതൊക്കെ അപ്പനാദേശി പിതാവ് എഴുതി, നമ്മളൊക്കെ വായിച്ചു കാണും പലതും. പക്ഷെ അവിടെയൊക്കെ ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്കിപ്പോഴും ആശങ്കയുള്ളൂ. അതാണ് ആരാണ് ക്നാനായക്കാരൻ? ക്നാനായക്കാരൻ എന്നുള്ള ഡെഫിനിഷൻ എന്താണ്? ക്നാനായ മാതാപിതാക്കൾ ജനിച്ചാൽ മാത്രം മതിയോ? അതെയോ നമ്മൾ ക്നാനായ മാതാപിതാക്കളുടെ മക്കളെ വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നവരെ കഴിച്ചില്ല കുഴപ്പമില്ല. ഇതുവരെയാണ് ഉള്ള ഒരൊറ്റ സംശയം. അപ്പനാദേശിൻ്റെ അവസാനം പിതാവ് എഴുതിയിൽ അവസാനത്തെ ആ പാരഗ്രാഫ് നിങ്ങൾ വായിക്കുക. അവിടെ എഴുതിയൊക്കെ ക്നാനായ പിതാവിൽ നിന്നും ജനിച്ചാൽ മതി എന്നാ. ബാക്കി ഒന്നും തർക്കമില്ല. പിതാവ് കഴിഞ്ഞ കാലഘട്ടങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. പിതാവ് വളരെയധികം കഷ്ടപ്പെട്ടു. മറ്റ് രൂപത മെത്രാന്മാരും ഒക്കെ ആയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു നമ്മൾക്ക് എൻഡോഗമി പ്രാക്ടീസസോട് കൂടിയുള്ള പള്ളികൾ ലഭിക്കുന്നത്. അങ്ങനെ എൻഡോഗമി പ്രാക്ടീസസോട് കൂടിയുള്ള പള്ളികളാണ് നമുക്ക് കേരളത്തിലുള്ളത്. 10ാം പിയൂസ് നമുക്ക് അനുവദിച്ചു തന്ന വിശുദ്ധ 10ാം പിയൂസ് നമുക്ക് അനുവദിച്ചു തന്നത് ഫുൾ എൻഡോഗമി പ്രാക്ടീസസോട് കൂടിയാണ്. എന്നാൽ ഇപ്പോൾ അങ്ങാടിയത്ത് പിതാവുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്, അത് തീരുമാനമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ദയവായിട്ട് ഒരു പാർഷ്യൽ എൻഡോമി പ്രാക്ടീസസ്, ഒരു പാർഷ്യൽ എന്ന് കഴിഞ്ഞാൽ ഒരാളെ മാത്രം ഇവിടെ നിർത്താം. വാസ്തവത്തിൽ അത് ശരിയാണോ? നമ്മൾ 17 നൂറ്റാണ്ട് കാലം നമ്മൾ പിന്തുടർന്ന ആ നമ്മളുടെ ആരാണ് ക്നാനായക്കാരൻ എന്നുള്ള നിർവചനം വളരെ വ്യക്തമാണ്. അതിന് ഇനി നിർവചിക്കാനൊന്നും ആരും പോകണ്ട. ആരാണ് ക്നാനായക്കാരൻ? 1700 വർഷത്തെ നമ്മുടെ ചരിത്രത്തിലേക്ക് പോയാൽ മതി. അത് മാറ്റം വരുത്തണോ? ഇതാ ഒറ്റ വിഷയമേ ഉള്ളൂ. അല്ലാതെ പിതാവുമായിട്ട് വളരെ സ്നേഹം, ഒരു ദോഷവുമില്ല. ഞാൻ ആദ്യം മുമ്പേ പറഞ്ഞു, പിതാവ് നമ്മൾ ഈ സീറോ മലബാർ സഭയുടെ പുറകെ നടന്ന വർഷങ്ങളോളം അതിൻ്റെ പുറകെ നടക്കുക. നമുക്ക് കണ്ണൂരൊരു മെത്രാനെ കിട്ടിയോ? നമ്മൾ എത്ര നാളമായി നടക്കുകയാണ്. നമുക്ക് കേരളത്തിന് വെളിയിലൊരു പള്ളി തരുന്നുണ്ടോ? മദ്രാസിൽ ഞാൻ ചെന്നിരുന്നു. അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ ദുഃഖിക്കുക. അവർ പറഞ്ഞു അവിടുത്തെ വടക്കേ സമുദായക്കാർക്കൊക്കെ പള്ളിയുണ്ട്. അങ്ങ് അവിടുത്തെ നമ്മുടെ ഇരിങ്ങാലക്കുട ബിഷപ്പിൻ്റെ പള്ളികൾ അവിടെയുണ്ട്. ബാക്കിയുള്ളതൊക്കെ ലത്തീൻ പള്ളികളാണ്. നമുക്ക് ബോംബെയിൽ പള്ളിയുണ്ടോ? നമുക്ക് ഡൽഹിയിലുണ്ടോ? നമ്മളെന്താ അടിമകളാണോ? എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ സീറോ മലബാറിൻ്റെ അടിമകളൊന്നുമല്ല. നമുക്ക് കിട്ടാനുള്ളത് ഇഞ്ച് കിട്ടണം. അത് ഒരുപക്ഷെ പിതാവിനും അച്ഛന്മാർക്കും പറയാൻ പ്രയാസമായിരിക്കും.
പക്ഷേ പിതാവ് ഞങ്ങൾക്ക് പറയാൻ ആരെയും കുഞ്ഞേണ്ട കാര്യമൊന്നുമില്ല. ആ രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. എൻ്റെ മൂലക്കാട്ട് പിതാവ് ഇവിടെ സുജൂരിസ് ചർച്ച് വേണമെന്ന് പറഞ്ഞു. പിതാവ് സുജൂരിസ് ചർച്ചിൻ്റെ മേജർ ആർച്ച് ബിഷപ്പ് ആകുന്നതിനാ, കാർഡിനൽ ആവുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ ഞങ്ങൾ ഈ അൽമായർക്ക് വേണ്ടിയല്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് സീറോ മലബാർ സഭ നമുക്ക് തരാനുള്ള അർഹമായത് നമുക്ക് തരണം, അത് തരണം, അതാവശ്യപ്പെടണം, ഒരു സംശയവുമില്ല. നമുക്ക് ഇപ്പം സീറോ മലബാർ സഭ 1911 നമുക്ക് രൂപത തന്നു, അല്ല നമുക്ക് വികാരിയത്ത് തന്നു. അന്ന് മാക്കി പിതാവിൻ്റെ കണ്ണീരിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെ നമുക്ക് കിട്ടിയ ആ വികാരിയത്ത് പിന്നീട് രൂപതയായി, അതിരൂപതയായി. അപ്പോഴൊക്കെ നമ്മുടെ എൻഡോഗമി പ്രാക്ടീസ് ഫുള്ളായിട്ട് നമുക്ക് അംഗീകരിച്ച് തന്ന നമ്മുടെ എൻഡോഗമി പ്രാക്ടീസിനും അല്ലെങ്കിൽ എതിരെല്ലാം ഉണ്ടോ? നമ്മുടെ അതിരൂപതയായപ്പോഴും വിശുദ്ധ 10-ാം പിയൂസ് നമുക്ക് തന്നതായ കാര്യം ഇത് ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണെങ്കിൽ അദ്ദേഹം തരികയില്ല, ഇത് കത്തോലിക്ക സഭയ്ക്ക് എതിരാണെങ്കിൽ തരികയില്ല. അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിനും കത്തോലിക്ക സഭയ്ക്കും എതിരല്ലാത്ത നമ്മുടെ അവകാശങ്ങൾ മേടിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അമേരിക്കയിൽ പള്ളികൾ വരുന്നു. അമേരിക്കയിൽ പള്ളികൾ വരുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് അമേരിക്കയിൽ പള്ളികൾ വേണം, നമ്മളുടെ സഹോദരന്മാരും സഹോദരികളും എല്ലാം അവിടെ ഉണ്ട്, പള്ളികൾ വേണം. പക്ഷേ നമ്മളുടെ അടിസ്ഥാന തത്വം ബലി കഴിച്ചിട്ട് നമുക്ക് പള്ളികൾ വേണോ? നമ്മൾക്ക് പള്ളികൾ വേണം, നമുക്ക് അവിടെ ബിഷപ്പ്മാർ വേണം, നമുക്ക് അച്ഛന്മാർ വേണം. പക്ഷേ നമ്മളുടെ അടിസ്ഥാന തത്വത്തിൽ ഒരു പോറൽ ഏൽപ്പിക്കാതെ നമുക്ക് മേടിച്ചെടുക്കണം. അതിന് ഞങ്ങളൊക്കെ പിതാവിൻ്റെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെയൊക്കെ ഉണ്ട്. ഇത് നമ്മളുടെ ആരുടെയും, ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ സീറോ മലബാറിന്റെ അടിമയൊന്നുമല്ല. സീറോ മലബാറിന് അമേരിക്കയിൽ ഇപ്പം രൂപത കിട്ടി, സീറോ മലബാറിന് കല്യാൺ രൂപത കിട്ടി, സീറോ മലബാറിന് ഇപ്പൊ അടുത്ത ദിവസം ഡൽഹി രൂപത കിട്ടി. ഒരു സെക്കൻഡ്, നമുക്ക് ആ കൂടെ ഒരു പള്ളി പോലും കിട്ടിയില്ല. അമേരിക്കയില് കിട്ടിയത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചാവിള്ള ആ പള്ളി. ഞാൻ പറയണ ആ പള്ളിയുടെ മുമ്പിൽ ഗ്രാനായ എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. അത് ഗ്രാനായ പള്ളിയല്ല. ഗ്രാനായം എന്ന് ചുമ്മാ പേരെഴുതി വെച്ചാൽ ഗ്രാനായ പള്ളിയാവോ? നമ്മളുടെ അടിസ്ഥാന പ്രിൻസിപ്പിളോട് കൂടി നമുക്ക് പള്ളി കിട്ടണം. അമേരിക്കയിലെ മുല്ലപ്പള്ളി ജോസ് എന്ന് പറഞ്ഞ 3-4 പേര് നമ്മുടെ സമുദായത്തിൽ മാറിക്കെട്ടിപ്പോയവര്. എന്തിനാ ഇവര് മാറിക്കെട്ടിപ്പോയത്? അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാ. അങ്ങനെ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കെട്ടിപ്പോയവര് അവരെന്തിനാ നമ്മളെ ശല്യം ചെയ്യാൻ വരുന്നത്? അവര് 10-15 പേര് ഒരു പരാതി കൊടുത്തു. എവിടെ? റോമിലേക്ക് 10-15 പേരെ പരാതി. ആ പരാതി കൊടുത്ത് റോമില് ഒരു എന്താ പേര് എനിക്ക് ഒരു മൂസ തിരുമേനി വിശുദ്ധ 10-ാം പിയൂസിന്റെ ഓർഡറിനെ ധിക്കരിച്ച് ഒരു മൂസ പിതാവ് എഴുതിയിരിക്കുന്നത് നമ്മുടെ എൻഡോഗമി പ്രാക്ടീസസ് വിൽ നോട്ട് ബി അലൗഡ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നമുക്ക് യോജിക്കുവാൻ പറ്റിയില്ല. ആരുമായിട്ട് യോജിക്കാം? നമുക്ക് യോജിക്കാൻ പറ്റുമോ? എനിക്കതേ ഉള്ളൂ. അല്ല പിതാവിനോടോ അച്ഛന്മാരോടോ ഒരു വഴക്കുമില്ല. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയാ. 2, നമ്മൾ എനിക്ക് ലൂർദ് സ്വാമിയൊന്നുമല്ല, അത് എളപ്പാലച്ഛൻ ഇത് കഴിഞ്ഞ് പറയുന്നു. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാര്യത്തിൽ നമ്മുടെ സമുദായം ഒറ്റക്കെട്ട. ആരും ഇതിനെ പിരിക്കാനൊന്നും നോക്കണ്ട, ഇത് നോക്കത്തില്ല.
എന്താ ഇന്നൊരു നോട്ടീസ് ഞാൻ കണ്ടു. ഈ നോട്ടീസിനെ പറ്റി പറയുമ്പോൾ ഞാനൊരു നോട്ടീസ് കൊടുത്ത ഭയങ്കര എന്താ പാതകമായെന്നുള്ള രീതിയിലൊക്കെ ചിലർ സംസാരിച്ചു. നിങ്ങൾ ആ നോട്ടീസൊക്കെ വായിച്ചു കാണും. അതിനകത്ത് പിതാവിനെ ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട്. എന്നാൽ ഇന്നാട്ട് ഏതോ ഒരുത്തൻ, അവൻ്റെ പേര് BK പുന്നൻ, ഒരു പുന്നൻ നിറയിൽ എഴുതിയേക്ക നമ്മുടെ മാക്കി പിതാവിനെ എന്ത് മോശമായിട്ടാണ് എഴുതിയേക്കണേ. ദൈവദാസനായി വത്തിക്കാൻ ഇന്ന് ഡിക്ലെയർ ചെയ്തയാളാ. ആ വത്തിക്കാൻ ഇന്ന് ഡിക്ലെയർ ചെയ്ത നമ്മുടെ മാക്കിൽ പിതാവിനെ വളരെ മ്ലേച്ഛമായി, മോശമായി, അതുപോലെ കുന്നശ്ശേരി പിതാവിനെ മോശമായി ആരാ? ഈ കെട്ടിപ്പോയവന്മാരാ. പിതാവെ ഞാൻ പറഞ്ഞു, ഇവർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കണമെന്നാണോ പിതാവ് പറഞ്ഞത്? ദയവായിട്ട്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. അതായത് നമുക്ക് കെട്ടിപ്പോയവർ നമ്മളുടെ 1700 വർഷം നമ്മൾ പിന്തുടർന്നത് നമുക്ക് ഇനിയും പിന്തുടരാം. അല്ലെങ്കിൽ ചില പിള്ളേരൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ എന്നോട് പറയുണ്ടായി, ദൈവമേ ഇതൊരു 10 കൊല്ലം മുമ്പ് തീരുമാനം വന്നെങ്കിൽ എനിക്കും കൂടെ കെട്ടാമായിരുന്നല്ലോ. വലിയ അബദ്ധമായി പോയല്ലോ. പിതാവ് ഇത് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ. ഇത് നമ്മൾ തീരുമാനിച്ചാൽ ഒരു 3-4 വർഷത്തിനുള്ളിൽ ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ അംഗീകരിച്ചു കൊടുത്താൽ 3-4 വർഷത്തിനുള്ളിൽ ഇത് നമ്മുടെ ഇവിടെയും കൊടുക്കേണ്ടി വരും. ഒരു 10 വർഷം കഴിയുമ്പോൾ ജ്ഞാനായ രൂപത കാണിയില്ല, പിതാവിന്റെ കസേര കാണത്തില്ല. ഞങ്ങള് ഉഴവുകാരൊക്കെ ചിലപ്പോൾ ഞങ്ങള് പാലാരൂപതയുടെ കീഴിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ വൈകാരികമായിട്ടുള്ളതല്ല, ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. പിതാവും നിങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കുക. നമ്മൾ രണ്ടാകണ്ട, നമുക്ക് ഒന്നായിട്ട് നിൽക്കാം. ഞങ്ങൾ ഈ കാര്യത്തിൽ 1,00,000 പേര് ഒപ്പിട്ട ഒരു നിവേദനം ആലഞ്ചേരി പിതാവിന് കൊടുക്കാൻ പോവുക. അങ്ങനെ നമ്മളുടെ സമുദായത്തിൻ്റെ സഭയുടെ ആവശ്യങ്ങൾ നേടിത്തരണം. അത് ഒരു മുമ്പേ പറഞ്ഞതുപോലെ ഒരു നമ്മളുടെ അവകാശമാണ്. അത് കേടിത്തരുവാനായിട്ട് നമ്മൾ പല പരിപാടികളും തീർക്കുകയാണ്. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസം പാസ്റ്ററൽ കൗൺസിൽ തീരുമാനമെടുത്തു. ഞാൻ ഡോക്ടർ നമ്മുടെ ജോയ് ഷെവലിയർ പറഞ്ഞു, നമ്മളുടെ സ്വജൂരി സെർച്ചിനെ പറ്റി പറഞ്ഞു. എല്ലാവരും കൂടെ വേണ്ടി തീരുമാനിച്ചു, പിതാവും തീരുമാനിച്ചു. അപ്പം അതുകൊണ്ട് ഇന്ന് ചില അച്ഛന്മാരിപ്പം എവിടെയാ ചിക്കാഗോയിൽ പറഞ്ഞു ഇതെന്ന് സ്വജൂറിസിന് എതിരായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് നടക്കുകയല്ല. ഇനി ഒരു അച്ഛന്മാരും ആ കാര്യത്തിൽ സംസാരിക്കേണ്ട, അത് തീരുമാനിച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പിതാവും മുൻ പിതാക്കന്മാരും ഇതിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് കിട്ടുന്നില്ലെങ്കിൽ ഉടനെ വെള്ളം ചേർക്കുകയല്ല വേണ്ടത്, അവിടെ നിൽക്കട്ടെ. ആ രീതിയിൽ നമ്മൾ ഈ വിഷയത്തെ കാണണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നമ്മുടെ കുടുംബ സമ്മേളനമാണ്. ഈ കുടുംബ സമ്മേളനം തീർച്ചയായിട്ടും എല്ലാവരുടെയും വികാരങ്ങൾ പിതാവ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുക. പിന്നെ ജ്ഞാനായക്കാരൻ ആരാണെന്ന് തീരുമാനിക്കുന്നത് ആരാ? അമേരിക്കയിൽ 5-6 പേര് കൂടി അവിടുത്തെ ആരാ കുറച്ച് അച്ഛന്മാരും മൂത്തോലത്തെ അച്ഛനും കൂടെ കൂടിയാണോ ജ്ഞാനായക്കാരാണ്? അത് സാധ്യമല്ല. രണ്ട് ജ്ഞാനായ സമുദായം എന്ന് പറയുന്നത് അമേരിക്ക മാത്രമല്ല, ഇത് ലോകം മുഴുവനുള്ള സംഘടനയാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കരുത്, ദയവായിട്ടിരിക്കുക. അതുകൊണ്ട് ജ്ഞാനായം സമുദായം, ഞാൻ അവസാനിപ്പിക്കും, 1 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്യും. ജ്ഞാനായ സമുദായം അത് 1.5 ലക്ഷം പേരുണ്ടെങ്കിൽ
1.25 ലക്ഷം പേരും ഈ കേരളത്തിലാ. അപ്പം 10-20,000 പേരുടെ ഒരു തീരുമാനമാണോ? 2, ഗ്രാനായ സമുദായത്തിൽ ഞങ്ങൾ പറഞ്ഞു എല്ലാവരെയും വിളിച്ചു കൂട്ടി ചർച്ച ചെയ്ത് ഒക്കെ മാത്രമേ ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രശസ്തരായ ആളുകൾ നമുക്കുണ്ട്. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയുണ്ട്, ഷെവലിയർ ജോയ് സാറുണ്ട്, നമുക്ക് എത്രയോ വക്കീലന്മാരുണ്ട്, നമുക്ക് എത്രയോ പ്രഗത്ഭരായ ആളുകളല്ല. എല്ലാവരെയും വിളിച്ച് ചർച്ച ചെയ്ത് യോജിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. നമുക്ക് അമേരിക്കയിൽ ഒരു മെത്രാന് വേണ്ടി അല്ലെ 10 പള്ളികൾക്ക് വേണ്ടി നമ്മളുടെ ഈ വലിയ അടിസ്ഥാന വിഷയത്തെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മെത്രാനെ വേണം, പള്ളികൾ വേണം. അതൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ നമ്മളെ പൂർണ്ണമായ എൻഡോഗമി പ്രാക്ടീസോട് വേണം. അല്ലെങ്കിൽ നമുക്ക് വേണ്ട. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അമേരിക്കയിൽ ചെല്ലു പറഞ്ഞു അവിടെ പള്ളിയിൽ പോകണ്ടേ, അവിടെ കുമ്പസാരിക്കണ്ടേ, അവിടെ നമുക്ക് വേദപാഠ ക്ലാസ് വേണ്ടേ നമ്മുടെ പിള്ളേർക്കൊക്കെ. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ വടക്കന്മാരുടെ പള്ളിയിൽ പോയി കുർബാനയും വേദപാഠം കൊണ്ട് സ്വർഗത്തിൽ പോയല്ലേ. അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഗ്രാനായ അച്ഛൻ മാത്രം വന്ന് കുർബാനയില്ല മതിയോ? ആ കുർബാന ചെയ്യാനുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഇത്രയും ജനം ഒരു നോട്ടീസുമില്ലാതെ വളരെ ചെറിയൊരു നോട്ടീസ് ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്തതിൽ എങ്ങനെ നന്ദി പറഞ്ഞെന്നറിയില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.